വേണ്ട, നീ കഴിക്കണ്ട. അവൻ കഴിച്ചാല് അവനും കൂടെ ഈശ്വരകോപത്തിന് പാത്രം ആവണ്ടെന്ന് കരുതി. നിനക്ക് ഭ്രാന്താണ് ഗോമതി. ഇവനെ എന്റെ മകനാ. അവൻ ആഗ്രഹിക്കുന്നത് ഭക്ഷിക്കാൻ അവൻ അവകാശമുണ്ട്. നിന്റെ വിഡ്ഢിത്തങ്ങൾക്ക് ബലി കഴിക്കാനുള്ളതല്ല എന്റെ മകന്റെ ഇഷ്ടങ്ങൾ. വിളമ്പ്. നിന്റെ തിരുമക്കൾക്ക് എന്താ സ്വാദ്. എങ്ങനെയുണ്ട് ഗൗതമ? വളരെ നന്നായിട്ടുണ്ട് അച്ഛാ. ഈ കറി കൂട്ടി ഇന്ന് ഞാൻ ഒരു പറ ചോറുണ്ണു. മിടുക്കൻ. കണ്ടു പഠിക്കു ഗോമതി. നിന്റെ മൂഢസങ്കല്പങ്ങൾ വലിച്ചെറിഞ്ഞ് നീ മത്സ്യങ്ങൾ ഭക്ഷിക്ക്. വേണ്ട, പട്ടിണി ഇരിക്കേണ്ടി വന്നാലും തിരുമക്കളെ ഭക്ഷിക്കാൻ എനിക്കാവില്ല. നിന്റെ ധിക്കാരത്തിന് ശരിക്കും നിന്നെ പട്ടിണിക്കിടേണ്ടതാ. നാടുവാഴി പത്നിയെ പട്ടിണിക്കിട്ട് കൊന്നുവന്ന് ജനം നാളെ പുലമ്പും. അല്ലെങ്കിലേ ഞാനത് ചെയ്തേനെ. ഗൗതമ, നമുക്കെന്നും ഈ മത്സ്യങ്ങൾ കൂടി തന്നെ ഭക്ഷണം കഴിക്കാം. എന്താ? ശരിയാണ് അച്ഛാ. എന്ന് ഭക്ഷിച്ചാലും ഈ മത്സ്യങ്ങളുടെ സ്വാദം മടുക്കുമെന്ന് തോന്നുന്നില്ല. ഭഗവാനെ, കുളത്തൂപ്പുഴയപ്പ ഇവരോട് പൊറുക്കണേ. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാൽ ഈ നാവ് ഞാൻ പിഴുതെടുക്കും. സ്വാദോടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അരുചി പടർത്താൻ അവളുടെ ഒരു പ്രാർത്ഥന. കടന്നു പോ അവിടുന്ന്. ഇത് വിളമ്പി കഴിക്കാൻ ഞങ്ങൾക്കറിയാം. കഴിഞ്ഞോ? ഒരു മത്സ്യം കൂടി ഇടട്ടെ ഗൗതമ? ആകട്ടെ അച്ഛാ. നീയാണ് എന്റെ മോൻ. കഴിക്ക്. നമ തുളസി കല്യാണി, നമോ വിഷ്ണുപ്രിയേ ശുഭേ, നമോ മോക്ഷപ്രദേ ദേവി, നമോ സമ്പത്പ്രദായിനി. ദാ വരുന്നു. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അമ്മേ ദേ നോക്ക്. അയ്യോ, എന്റെ ഭഗവാനെ, അയ്യോ, അങ്ങയുടെ ദേഹത്തുണ്ടല്ലോ. ഇതെന്ത് പറ്റിയതാ? ഒന്നും അറിയില്ല. രാത്രി മുഴുവൻ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. കണ്ണൂർ നോക്കിയപ്പോ ദേഹം മുഴുവൻ തടിച്ചു നിർത്തിയിരിക്കുന്നു. വല്ലാത്ത നീറ്റിലും. കണ്ടിട്ട് പേടിയാകുന്നു. നോക്കി നിൽക്കാതെ വൈദ്യരെ വേഗം കൂട്ടിക്കൊണ്ടുവരാൻ കാരസ്ഥനോട് പറ. ചെല്ല്. എന്ത് രോഗമായത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. കണ്ടിട്ടേതോ മാറാവ്യാധി പോലിരിക്കുന്നു. അട്ടെ, വിഷാംശം എന്തെങ്കിലും ആഹാരത്തോടൊപ്പം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? അത്താഴത്തിന് ഇത്തിരി ചോറ് കഴിച്ചു. രണ്ടാളും മത്സ്യം കൂട്ടിയ ഇന്നലെ അത്താഴം കഴിച്ചത്. മത്സ്യം കഴിച്ചാലൊന്നും ഇങ്ങനെ വരില്ല. അതല്ല, ഇത് കുളത്തൂപ്പുഴ കടവിലെ മീന്. എന്റെ കുളത്തൂപ്പുഴ അപ്പാ, അപ്പോ അത് തന്നെയാ കാരണം. ആരെങ്കിലും അവിടുത്തെ മത്സ്യം ഭക്ഷിക്കോ? മഹാപാപമല്ലേ അത്? ഞാൻ പല കുറി പറഞ്ഞതാ വൈദ്യരെ, കേക്കണ്ടേ? വൈദ്യരും ഈ അസംബന്ധത്തിന് കൂട്ടുനിൽക്കുകയാണോ? മത്സ്യം കഴിച്ചാൽ എങ്ങനെയാ ഈശ്വരകോപം ഉണ്ടാവുക? എങ്ങനെയാന്ന് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ഏറ്റവും നല്ല ഉദാഹരണം എന്റെ കൺമുമ്പിൽ തന്നെ നിങ്ങളിപ്പോ അനുഭവിക്കല്ലേ. എത്ര പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല വൈദ്യരെ. ഇനിയിപ്പോ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എന്താ ഒരു പരിഹാരം? ജ്യോത്സ്യരെ കൊണ്ട് പ്രശ്നം വയ്പ്പിക്കുക. ഈശ്വരകോപം മാറാൻ എന്താ വഴിയെന്ന് ഈശ്വരൻ തന്നെ കാണിച്ചു തരും. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. ഇത് കാടിവെള്ളത്തിൽ ചാലിച്ച് ദേഹം മുഴുവൻ പുരട്ടുക. ആയിക്കോട്ടെ വൈദ്യരെ.
ആരൂഢം മറഞ്ഞിരിക്കുന്നു. വ്യാഴം അനിഷ്ടത്തിലാണ്. കടുത്ത ഈശ്വരകോപം. ക്രൂരമായ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമോ ശുദ്ധാത്മാക്കളുടെ കണ്ണീരിന്റെ ശാപമോ ആവാം. രണ്ടും ഉണ്ട് ജ്യോത്സ്യരെ. ആ, ആൽത്തറയിലെ നാഗപ്രതിഷ്ഠ എടുത്തു കളഞ്ഞ് ഗ്രാമവാസികളെ ഉപദ്രവിക്കുകയും കുളത്തൂപ്പുഴയിലെ തിരുമക്കളായ മത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാൻ ഈശ്വരനില്ലെന്നാണ് സ്വയം വിശ്വസിക്കുന്നത്. ഈശ്വരനില്ലെന്നോ? അതേ ജ്യോത്സ്യരെ, കാണാത്ത ഈശ്വരനെ വിശ്വസിക്കേണ്ടെന്നാ പറയുന്നത്. നമ്മൾ കാണുന്നതും കാണാത്തതും എല്ലാം ഈശ്വരനാണ്. വിശ്വസിക്കുന്നവരിലും അവിശ്വസിക്കുന്നവരിലും കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യം തന്നെയാണ്. ഇതം സർവം ഈശാവാസ്യം യത് കിഞ്ചിത് ജഗതാം ജഗത് എന്നാണല്ലോ. ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കാൻ നമുക്കുണ്ടോ കഴിയുന്നു? കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ ഒരു ജീവനും ഭൂമി വിട്ടു പോകാൻ സാധിക്കില്ല. ഈ രോഗം ഒരുപക്ഷെ അങ്ങേക്ക് ഈശ്വരനെ മനസ്സിലാക്കാനുള്ള അവസരമാകാം. പാപകർമ്മങ്ങൾക്ക് പരിഹാരം പശ്ചാത്താപം മാത്രമാണ്. നന്നായി പ്രാർത്ഥിക്കുക. പരിഹാരകർമ്മങ്ങൾ പുണ്യപ്രവൃത്തികളായും ഈശ്വര സേവയായും ചെയ്യുക. ഈ രോഗം താനേ ശമിക്കും. പരിഹാരമായി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കുമോ ജ്യോത്സ്യരെ? നോക്കാം. കുളത്തുപുഴയപ്പറ്റ തിരുമക്കളെ, ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുക്കണേ. അടിയങ്ങളെ അനുഗ്രഹിക്കണേ. ജ്യോത്സ്യർ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും. ഈ വ്യാധി എല്ലാം മാറും. ഭഗവാന്റെ തിരുമക്കൾക്ക് മീനൂട്ട് നടത്തി. ഇനി നാഗരാജാവിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി ആയില്യ പൂജ നടത്തണം. എല്ലാം നല്ലതിനാവും. ഇങ്ങനൊരു അസുഖം വന്നതുകൊണ്ടല്ലേ അങ്ങേക്ക് മനംമാറ്റം ഉണ്ടായത്. എല്ലാം ഈശ്വരേച്ഛ പോലെ തന്നെ സംഭവിക്കൂ. ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ഓരോ കാരണങ്ങളുണ്ട്. നാഗപ്രതിഷ്ഠ കഴിഞ്ഞ് കുളത്തപ്പുഴയപ്പന് നമ്മാൾ കഴിയും വിധം വഴിപാട് നടത്തണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഉടനെ ആരംഭിക്കുക. ശരി നമ്പ്ര, തന്നാട്ടെ. വാ മോനെ. ഭർത്താകുലാധിപന്മാരെ വണങ്ങുക. ഭർക്കഥയുണ്ടാൻ നിത്യം തുണയ്ക്കണേ നാഗരാജാവേ. നാഗങ്ങൾ വാഴുക, ഭൂതങ്ങൾ വാഴുക, നാഗരോഹിങ്ങൾ ഭർഗ വാഴുക. ഭർപ്പങ്ങൾ കേട്ടാൽ ആനന്ദമുണ്ടാകണേ നാഗരാജാവേ. കുഷ്ഠാദിയായുള്ള രോഗമെല്ലാം ഒഴിഞ്ഞിഷ്ടമോടങ്ങളാകാത്തിടണേ. സർപ്പശാപങ്ങളോ മഴശാപങ്ങളോ ഭർവദോഷങ്ങളും തീർന്നിടണേ. ഒന്നും അറിയാതെ വന്നെങ്കിലും പിഴ തീർത്തു പാലിക്കണേ നാഗരാജാവേ. സന്തതിയുണ്ടായ തരങ്ങളുണ്ടാകണേ. ഭർത്താവൊക്കെയും തീർച്ചിടണേ. നാഗദൈവങ്ങളെ, ഞാൻ ചെയ്ത പാപങ്ങളും അപരാധങ്ങളും പുറത്ത് ഈ മഹാവ്യാധിയിൽ നിന്നും എന്നെയും എന്റെ മകനെയും രക്ഷിക്കണേ. ഇന്നു മുതൽ നിത്യവും മുടങ്ങാതെ വിളക്ക് തെളിയിച്ച്
എല്ലാ ആയില്യനാളിലും 100 പാലും നൽകി പാടിച്ചു പ്രാർത്ഥിച്ചോളാം. മഹാരാജാവേ, കാത്തിരക്ഷിക്കണേ. ഭഗവാനെ നിന്ദിച്ചതിന് കിട്ടിയ ഫലമാണ് ഈ കാണുന്നതൊക്കെ. കുളത്തപ്പുഴയപ്പന്റെ തിരുമക്കളെ ഭക്ഷിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ ചെവിക്കൊണ്ടില്ല. എന്റെ അറിവില്ല എന്നുകൊണ്ട് ചെയ്തു പോയതാണ്. അതിന് പ്രായച്ചിത്തമായി കുളത്തപ്പുഴ ക്ഷേത്രത്തിൽ ഒരു മത്സ്യരൂപം കല്ലിൽ കൊത്തി നടയ്ക്ക് സമർപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടും ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ഷമിക്കണം. ഇനി മുതൽ നിത്യവും ഈ കാവിൽ വിളക്ക് കത്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കും നിങ്ങളുടെ അനന്തരാവകാശികൾക്കുമായിരിക്കും. നിത്യപൂജയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ട എല്ലാ ചിലവുകളും ഞാൻ തന്നെ വഹിക്കും. അടിയങ്ങൾക്ക് സന്തോഷമായമ്പ്ര. ഒരു ദിവസം പോലും മുടങ്ങാതെ ജീവിതപ്രദമായി എന്നും ഇവിടെ വിളക്ക് തെളിയിച്ചോളാം. ആ, നല്ലത്. കാവുകളും അമ്പലങ്ങളും നാടിന്റെ ഐശ്വര്യമാണ്. അത് സംരക്ഷിക്കേണ്ടത് നാടുവാഴിയുടെ കടമയാണ്. അതെല്ലാം മറന്നത് എന്റെ തെറ്റ്. അഹങ്കാരം മനസ്സിൽ നിറയുമ്പോൾ ബുദ്ധി നശിക്കും, സത്യം തിരിച്ചറിയാതാവും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോ ഈശ്വരൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കേണ്ടത് ഒരു നാടുവാഴിയുടെ പ്രഥമ കർത്തവ്യമാണെന്ന് ഇന്നെനിക്ക് ബോധ്യമായി. ഇനി നാടിന് ഐശ്വര്യവും ഈശ്വര അനുഗ്രഹം നിറഞ്ഞു വിളങ്ങാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. എല്ലാവർക്കും നല്ലത് വരാൻ നാഗദൈവങ്ങളും കനിയട്ടെ. ഭഗവാനെ, കുളത്തുപുഴയപ്പ, ഈ ഉള്ളവനെയും മകനെയും ഈ മഹാവ്യാധിയിൽ നിന്ന് രക്ഷിക്കണേ. തിരുമക്കളെ ഭക്ഷിച്ച തെറ്റ് മനസ്സിലാക്കി മാപ്പപേക്ഷിച്ച് വന്നതാണ് ഭഗവാനെ. സമസ്ത അപരാധവും പുറത്ത് ഇവർക്ക് മാപ്പ് നൽകണേ ഭഗവാനെ. തിരുമേനി, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണ് ഞാനും എൻ്റെ മകനും ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് അങ്ങനെക്ക് മാപ്പ് നൽകണം. പൊറുക്കാനും മറക്കാനും ഞാൻ ആരുമല്ല. അങ്ങയുടെ കർമ്മങ്ങളിൽ കുറ്റബോധമുണ്ടെങ്കിൽ ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാ തീരുമാനങ്ങളും ഈശ്വരൻ്റേതാണ്. ശാസനയും ശിക്ഷയും രക്ഷയും സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് തന്നെ. നന്നായി പ്രാർത്ഥിക്കൂ. തെറ്റുകൾ പുറത്ത് കുളത്തൂപ്പുഴയപ്പൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, കുളത്തുപുഴയപ്പ, അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തമായി കല്ലിൽ തീർത്ത മത്സ്യത്തിന്റെ ഈ രൂപം ഞാൻ വഴിപാടായി സമർപ്പിക്കുന്നു. ഇത് സ്വീകരിച്ച് അടികളെ രക്ഷിക്കണേ ഈശ്വര. അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുക. പാപപരിഹാരമായി വിലപിടിപ്പുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ഇത്തരം പ്രവൃത്തിയാൽ ഈശ്വരനെ വിലക്കെടുക്കാമെന്നോ
പണം കൊടുത്ത് പുണ്യം നേടാമെന്നോ ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റ്. ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നു. അസുരൻ എല്ലാം നശിപ്പിക്കുന്നു. നമ്മൾ ആരോടൊപ്പം? ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലം